എയിംസ് ഡൽഹി MBBS ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നഭൂമി. അവിടേക്ക് എത്തിച്ചേർന്ന മലയാളി വിദ്യാർത്ഥികളിൽ 95% ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ അശ്വിൻ VP. 2018-2019 നീറ്റ് എൻട്രൻസ് എക്സാമിൽ 686 സ്കോർ കരസ്ഥമാക്കി കേരള 3-ാം സ്ഥാനവും ഓൾ ഇന്ത്യ തലത്തിൽ 33-ാം സ്ഥാനവും കരസ്ഥമാക്കിയ മിടുക്കനായ വിദ്യാർത്ഥി. എയിംസ് ഡൽഹിയിലെ ഡോക്ടർ ജീവിതത്തെക്കുറിച്ചും ബ്രില്യന്റിനെ കുറിച്ചും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമസ്കാരം, എൻ്റെ പേര് അശ്വിൻ. ഞാൻ ബ്രില്യൻ പാല സ്റ്റഡി സെൻറ്ററിലെ 2018-19 ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. എനിക്ക് എയിംസിനെ പറ്റി പറയുകയാണെങ്കിൽ മുഖവരെ ഇല്ലാണ്ട് പറയാൻ തന്നെ ഏഷ്യയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജ് തന്നെയാണ് എയിംസ് ഡൽഹി. പക്ഷേ അതിൻ്റെ ആ ബ്രില്യൻസ് പറയാൻ കാരണം അതിൻ്റെ അക്കാഡമിക്സും അതിൻ്റെ നേടിയ കുറേ ക്വാളിഫിക്കേഷനിൽ മാത്രമല്ല, അവിടുത്തെ അണ്ടർ ഗ്രാജുവേറ്റ് ലൈഫും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലൈഫും അതിൻ്റെ മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണെങ്കിലും റിസോഴ്സസ് ആണെങ്കിലും സ്റ്റഡി ഓപ്പർച്യൂണിറ്റീസ്, അത് വിദേശ രാജ്യത്തെ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ എവിടെയാണെങ്കിലും ഒരു എയിംസ് ഡൽഹി എന്നുള്ളൊരു ബ്രാൻഡ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ റിസർച്ച്, ഡൽഹി എയിംസ് അത് ഉണ്ടാക്കിയത് തന്നെ 1956 അത് സ്ഥാപിച്ചത്. അത് ഒരു റിസർച്ച് സെൻ്ററായിട്ടാണ് നിർമ്മിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയായ രാജ്കുമാരി അമൃത് കൗർ, അവരാണ് എയിംസ് എന്നൊരു ഐഡിയ തന്നെ മുന്നോട്ട് വെച്ചത്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു അതിനുള്ള നേതൃത്വം നൽകി എയിംസ് യാഥാർത്ഥ്യമായി. അപ്പോൾ അവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മുടെ എയിംസിൻ്റെ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ പേര് കൊടുത്തത്. രാജ്കുമാരി അമൃത് കൗർ OPD എന്നാണ് അതിൻ്റെ പേര്. ഇന്ത്യയിലത്തെ ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്ററാണ് രാജ്കുമാരി അമൃത് കൗർ. പിന്നെ എയിംസ് UG ലൈഫ്, നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫ് അത് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യാൻ ഇവിടുത്തെ എയിംസിലെ UG ലൈഫ് ഹെൽപ്പ് ചെയ്യും. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് കഴിയാൻ, അതായത് ലൈക്ക് ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വന്ന ആളാകുമ്പോൾ ഇതൊരു പുതിയൊരു നാടായിരിക്കും. ഡൽഹിയിലെ ജനങ്ങൾ, ഇവിടുത്തെ പേഷ്യൻസ്, അതേപോലെ തന്നെ ഇവിടുത്തെ ഉള്ള എന്താ പറയുക ആ അറ്റ്മോസ്ഫിയർ, അത് കാലാവസ്ഥ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണ രീതികളായിക്കോട്ടെ എല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ. സോ അതിനായിട്ടൊരു എന്താ പറയുക ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യാനും, അതായത് ഡൽഹിയിൽ ഇങ്ങനെ ജീവിച്ച് വളരാൻ പറ്റിയ ആൾക്കാർക്ക് ലൈക്ക് ഇന്ത്യയിലെ മിക്ക സ്ഥലത്തും ഇങ്ങനെ ജീവിക്കാൻ പറ്റും തന്നെയാണ്. അതായത് നമുക്കിവിടെ ഒറ്റയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത്. പാരൻസിൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അങ്ങനെ അധികമൊന്നും ഉണ്ടാവില്ല. ഹോസ്റ്റലുകളിലാണ് ഇവിടെ MBBS UG ലൈഫ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ കുറേ ഫ്രണ്ട്സുകൾ ഉണ്ടാക്കുന്നു. ഫ്രണ്ട്സ്, പിന്നെ അതുപോലെ ജൂനിയേഴ്സ്, സീനിയേഴ്സ്, പിന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ്. ഇവിടുത്തെ പ്രൊഫസർമാർ ഫാക്കൽറ്റീസ് എന്നാണ് വിളിക്കില്ല. അസിസ്റ്റൻറ്റ് പ്രൊഫസർ മുതൽ HOD കോമൺ ആയിട്ട് ഫാക്കൽറ്റീസ് എന്ന് വിളിക്കും. സോ നമ്മുടെ ബാച്ച്മേറ്റ്സ്, ജൂനിയേഴ്സ് മുതൽ ഫാക്കൽറ്റീസ് വരെയുള്ള വ്യക്തികളോട് നമുക്ക് ഇടപഴകാനും അവർ ഉള്ള നോളജ്, അതായത് അവർക്കുള്ള അറിവുകൾ എല്ലാവരോടും ഷെയർ ചെയ്യാനും പറ്റിയ വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഡൽഹി. ജസ്റ്റ് ഒരു അക്കാഡമിക്സ് പഠിപ്പിക്കുക, പേഷ്യൻസിനെ കാണുക, അത് മാത്രമല്ലാണ്ട് ഇവിടെ കുറേ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിൽ UGs കണ്ടക്ട് ചെയ്യുന്ന കുറേ പരിപാടികൾ, ഇൻഫെസ്റ്റ്, പൾസ് മുതലായ കുറേ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ സ്പോർട്സ് ഐറ്റംസ് ഓരോ വർഷം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് കുറേ സയൻറ്റിഫിക് ആയിട്ട് കുറേ കാര്യങ്ങൾ നടത്തുന്നു. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നടത്തുന്ന സയൻറ്റിഫിക് സൊസൈറ്റി എന്നൊരു ഗ്രൂപ്പ്, ഒരു ക്ലബ്ബ് ഉണ്ട്. അതിൽ നടത്തുന്നതാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ MBBSൽ ഈ ക്ലിനിക്സ്, അതേപോലെ തന്നെ വർക്ക്ഷോപ്സ്, പിന്നെ കുറേ ഹാൻഡ്സ് ഓൺ പരിപാടികൾ. അതിൽ നമ്മൾ എങ്ങനെ സ്യൂച്ചർ ചെയ്യാം, എങ്ങനെ ലാപ്രോസ്കോപ്പി ചെയ്യാം, അതിൻ്റെ ഒരു മോഡൽ. പിന്നെ നമുക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട്, ഈ CPR എന്ന് പറയുന്ന സംഭവം, പിന്നെ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്, ഈ എന്താ പറയുക ഈ നെഞ്ചത്ത് ഇങ്ങനെ ഷോക്ക് അടിക്കുക എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ നമ്മൾ TV കാണുമ്പോൾ. അത് ശരിക്കും എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരാൾ ലൈക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ എങ്ങനെയാണ് ഒരാൾ ജീവൻ രക്ഷിക്കേണ്ടത്, വെൻറ്റിലേറ്ററിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഒരു ട്രെയിനിങ് എന്ന രീതിയിൽ ഓരോ മാനിക്യൂനിലായിട്ട് നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസിനെ മാത്രമല്ല ബാക്കിയുള്ള ഡൽഹി പോട്ടെ ഇന്ത്യയിൽ തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടെ ഉള്ള മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വന്നിട്ട്
ഇവിടെ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യും. മാത്രം നമ്മളെയും പരിശീലിപ്പിക്കും. ഇവിടുത്തെ വലിയ വലിയ ഫാക്കൽറ്റീസാണ് അതിന് ചെയ്യുന്നത്. അത് ഒരു ഭാഗം. പിന്നെ ഇവിടെ എല്ലാവർക്കും പിന്നെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു പരിപാടി എന്ന് പറയുന്നത് അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണ്. എക്സാമിൻ്റെ ടൈമിൽ എല്ലാവർക്കും വളരെ വലിയൊരു പ്രഷറായിരിക്കും. പക്ഷേ ഏതൊരു കോളേജിൽ പോയാലും എവിടെ പോയാലും ഈ പരീക്ഷണങ്ങൾ പരീക്ഷകളുണ്ടായിരിക്കും. തിയറി ആയിക്കോട്ടെ, പ്രാക്ടിക്കൽ ആയിക്കോട്ടെ. പക്ഷേ അത് എല്ലാം മറികടന്നിട്ട് MBBS അങ്ങനെയുള്ള ഡിഗ്രി കരസ്ഥമാക്കി നമ്മൾ ആ പ്രാക്ടീസിന് ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്മൾ എത്രത്തോളം വലിയൊരു അച്ചീവ്മെൻറ്റാണ് നേടിയ ആ 4.5 കൊല്ലമാണ് ഇതിൻ്റെ സ്റ്റഡീസ്. 1 കൊല്ലമാണ് അതിൻ്റെ പ്രാക്ടീസ്. ഇവിടെ ഇൻറ്റേൺഷിപ്പ് എന്ന് വിളിക്കും. നാട്ടിൽ ഹൗസ് സർജൻസി എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇൻറ്റേൺഷിപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് 1 കൊല്ലം. അപ്പം 4.5 കൊല്ലം ഇത് ചെയ്ത് പഠിച്ചിറങ്ങി ഇൻറ്റേൺഷിപ്പിലേക്ക് നമുക്ക് കയറുമ്പോഴായിരിക്കും നമുക്ക് ഒരു ഡോക്ടറായി നമ്മൾ ഇനി പേഷ്യൻ്റ് കെയർ എന്താണെന്ന് ആദ്യമായിട്ട് നമ്മൾ അറിയാൻ പോകുന്നത്. വളരെ താഴ്ന്ന തരത്തിലുള്ള പണി മുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പേഷ്യൻ്റ് കെയർ വരെ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മളത് ചെയ്യും. ഈ ഇൻറ്റേൺസ് എന്നുള്ള രീതിയിൽ നമ്മൾ പേഷ്യൻസിനെ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നത് മുതൽ അവരുടെ ക്ലിനിക്ക് അല്ലെങ്കിൽ OPയിൽ പോയി അവരെ പരിശോധിച്ച് മരുന്ന് എഴുതുന്നത് വരെ, അല്ലെങ്കിൽ അവരുടെ വലിയ വലിയ ചികിത്സയ്ക്ക് നല്ല ഇനി ആരെ കാണണം, ഇനി മുമ്പോട്ടുള്ള ചികിത്സ എന്താണെന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് വരെയും ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. റൂറൽ പോസ്റ്റിംഗ് ആണ്, അതായത് വില്ലേജിലുള്ള പോസ്റ്റിംഗ്. അത് വരുന്നത് ഹരിയാനയിലാണ്. ഹരിയാനയിലെ ബല്ലബ്ഗഡ് എന്ന് പറയുന്ന ഒരു സബ് അർബൻ റീജിയനാണത്. അവിടം വരെ ഡൽഹി മെട്രോ ഉണ്ടെങ്കിൽ പോലും അതൊരു സബ് അർബൻ ഏരിയ ആയിട്ടാണ് കരുതുന്നത്. അവിടെ ഒരു സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. എയിംസിൻ്റെ ഒരു ഔട്ട്സ്കേർട്ടായിട്ട് പറയാം. അതിൻ്റെ അണ്ടറിൽ തന്നെ 2 പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ട്, PHC. അത് കുറച്ചുകൂടെ വില്ലേജ് ഏരിയാസിലാണ്. അവിടെയും നമുക്ക് നമ്മുടെ ഇൻറ്റേൺഷിപ്പിൽ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയും ഉള്ള പേഷ്യൻസിന് നമ്മൾ കാണേണ്ടി വരും. അവിടുത്തെ ഭാഷ ഡൽഹിയിൽ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ ഹരിയാൺവി സ്ലാങ്ങിലുള്ള ഹിന്ദിയാണ് അവർ സംസാരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പം പെട്ടെന്ന് ഹിന്ദി ആയിട്ടൊരാളായാൽ പോലും പെട്ടെന്ന് ആ ലാംഗ്വേജിലേക്ക് പോകുമ്പം ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടും. എന്നിരുന്നാലും നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഷ അവർ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അവിടെയുള്ള പേഷ്യൻ്റ് കെയർ, അവിടെയുള്ള ജനങ്ങൾ, അവിടുത്തെ അറ്റ്മോസ്ഫിയർ അത് ഡൽഹിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഡൽഹിയിൽ കുറച്ച് നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റിലെ വേരിയേഷൻ. പൊല്യൂഷൻ നമുക്ക് ന്യൂസിലൊക്കെ കേട്ടാൽ അറിയാൻ പറ്റും. വിൻ്റർ ആവാനാകുമ്പോഴേക്ക് ദീപാവലി കഴിഞ്ഞിട്ട് ഉള്ള ടൈമിൽ ഇവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ അധികം കൂടും. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ സമ്മറിൽ നല്ല ചൂടും വിൻ്ററിൽ നല്ല തണുപ്പുമായിരിക്കും. പിന്നെ നമ്മുടെ കേരളത്തിന് റിലേറ്റീവ്ലി മഴ കുറവുമാണ്. പക്ഷേ എന്നിരുന്നാലും ഫസ്റ്റ് ഒരു ഇയർ ഇത് അതിജീവിച്ച പിന്നെ ബാക്കിയുള്ള ഇത് എന്താ പറയുക, നമുക്കത് യൂസ്ഡു ആയിരിക്കും. യൂസ്ഡു ആകുമ്പം പിന്നെ നമ്മൾ ആ കാലാവസ്ഥ അല്ലെങ്കിൽ ഇത് എല്ലാ വർഷം വരുന്നല്ലേ എന്നുള്ള മട്ടിലായിരിക്കും. പിന്നെ ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് വളരെ നല്ലതാണ്. അതായത് രാവിലെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ കേസിലാകുമ്പോൾ രാവിലെ 9 മണി മുതൽ ക്ലാസ് തുടങ്ങി 5 മണി വരെ. ചില ദിവസങ്ങളിൽ വെള്ളിയാഴ്ചകളിലൊക്കെ ആകുമ്പോൾ 4 മണി വരെയൊക്കെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ശനിയാഴ്ചകളിൽ ഉച്ച 1 മണി വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. സെക്കൻഡ് ഇയേഴ്സ് മുതൽ രാവിലെ 8 മണി മുതൽ 5 PM വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതിൽ ഒരു ടൈം 10 to 1 യൂഷ്വലി ക്ലിനിക്കൽ പോസ്റ്റിങ്സ് ആയിരിക്കും. 3 മണിക്കൂറായിരിക്കും നമ്മൾ ഈ തിയറി ഈ ഒഴിച്ചുള്ള ഒരു 3 പീരീഡാണ് നമ്മൾ ക്ലിനിക്സിൽ പോയിട്ട് പേഷ്യൻസിനെ കാണുന്നതും നമ്മൾ ഓരോ ഈ ഫാക്കൽറ്റീസ് ക്ലിനിക്കൽ സബ്ജക്ട്സ് പഠിക്കുന്നതും അവർ കയ്യിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഓരോരോ വിദ്യകളൊക്കെ കരസ്ഥമാക്കുന്നതും. PGയിൽ മാത്രമല്ല അണ്ടർ ഗ്രാജുവേറ്റിൽ ഇവിടെ റിസർച്ചിനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പം നമുക്ക് US പോകാനാണെങ്കിലും അല്ലെങ്കിൽ UKയിലേക്കൊക്കെ പോകാനാണെങ്കിലും അവർക്ക് അധികം വേണ്ടി വരെ നമ്മുടെ CV ആണ്. CV എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എത്രത്തോളം അക്കാഡമിക് അച്ചീവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ്. അപ്പോൾ അതിൽ CV ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിൻ്റെ മാർക്കിന് കൂടാണ്ട് നമ്മൾ എത്രത്തോളം റിസർച്ചിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ എത്ര പേപ്പർ പ്രസൻറ്റ് ചെയ്തു, ഇതിനൊക്കെയുള്ള അവസരം നമ്മുടെ ഇവിടെ റിസർച്ച് ഡേൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. പല ഒക്കേഷനുകളിലും ഇവിടെ പേപ്പർ പ്രസൻറ്റേഷൻ, ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഇൻസൈറ്റ് എന്ന പരിപാടിയിൽ തന്നെ വീട്ടിലും നമുക്ക് ഈ പേപ്പർ പ്രസൻറ്റേഷനുകളിലുണ്ട്. അങ്ങനെ ഈ പേപ്പർ പ്രസൻറ്റേഷൻ ആൻഡ് വർക്ക്ഷോപ്പിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക്
ഇന്ത്യയിലുള്ള ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല വേൾഡിൽ തന്നെ, ലോകത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇവിടെ വെച്ച് നോക്കുമ്പം. ലൈക്ക് വിദേശത്തൊക്കെ അവിടുത്തെ ഹെൽത്ത് കെയർ എങ്ങനെയാണ്, അത് വെച്ച് ഇന്ത്യയിൽ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഈ ഫോറിൻ ആയിട്ടുള്ള ഡോക്ടേഴ്സ് നമ്മളെ ഈ വർക്ക്ഷോപ്പിൽ അവരെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾക്ക് അവർ ഇങ്ങോട്ട് വരുന്നതിലൂടെ നമ്മൾ അവരോട് ഇൻട്രാക്ട് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഡൽഹിയിലേക്ക് എയിംസിലേക്ക് വരാൻ എന്നുണ്ടെങ്കിൽ നീറ്റ് അടിപൊളിയായിട്ട് പഠിക്കുക. എൻട്രൻസ് ഇത് കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ലൈഫിൽ വേണ്ട സംഭവം. നമ്മൾക്ക് എത്ര വിവരം ഉണ്ട് അല്ലെങ്കിൽ എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ആട്ടും കാര്യം ആ കൺസിസ്റ്റൻസിയാണ്. ഇപ്പം നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ അവിടെ പഠിത്തം നിർത്തരുത്. എനിക്ക് കിട്ടിയൊരു ഉപദേശമാണ് ബ്രില്യൻറ്റിലെ ഡയറക്ടറിൻ്റെ അടുത്തുനിന്ന്. നമ്മൾ ഒരു എക്സാമിന് നല്ല മാർക്ക് വാങ്ങും, അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയാമെന്നുള്ള ധാരണ. അത് അങ്ങനെയല്ല. ശരിക്കും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയാൽ നമ്മൾ പഠിത്തം നിർത്തരുത്. നമ്മളുടെ ആ ഒരു എക്സാം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എത്തണ വരെ നമ്മൾ അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് ഇപ്പം എൻട്രൻസ് എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ MBBS എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ ലൈഫിൽ ആണെങ്കിലും നമ്മൾ അത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.